കരുനാഗപ്പള്ളി വരുന്ന പോയാലോ? അതിനെന്താ സുഹൈൽ, നമുക്ക് പോകാനോ? എങ്കിൽ പോട്ടെ കേട്ടാ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ആരോടാ സംസാരിക്കുന്ന സ്കൂട്ടറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ചു പറയും. അപ്പം ഏതറിൻ്റെ തന്നെ റിസ്റ്റയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു അടിപൊളി സ്കൂട്ടറാണ്. അപ്പം ഒരു സ്കൂട്ടർ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അടിപൊളി വണ്ടിയാണ്, ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്തു. സ്കൂട്ടർ എടുക്കാൻ പറ്റിയ കിടിലൻ ടൈമാണ്, ഒരുപാട് ഫീച്ചേഴ്സ്. ഇതുണ്ടോ, ഈ ഹെൽമെറ്റിനകത്താണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഹെൽമെറ്റ് നമ്മുടെ തലയിട്ട് ജസ്റ്റ് പറഞ്ഞാൽ മതി, നമുക്ക് എവിടെ പോകണം. അത് മാത്രമല്ല ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു കിടിലൻ ഫാമിലി വെഹിക്കിളാണ് ഈ ഏതറിൻ്റെ വണ്ടി. അപ്പം ഞാൻ ഈ ഏതറിൻ്റെ കിടിലൻ മോഡലിനെ പറ്റി, ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറഞ്ഞുതരാം. ഈ വീഡിയോ കണ്ടിട്ട് കരുനാഗപ്പള്ളി വവ്വാക്കാവിൽ ഏതറിൻ്റെ ഈ ഷോറൂമിൽ വരുവാണെങ്കിൽ കിടിലൻ കുറേ ഓഫേഴ്സ് ഉണ്ടല്ലേ? ആ ഓഫേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് ഈ മാസം പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനാണെങ്കിൽ നമുക്കൊരു എക്സ്റ്റൻഡ് വാറന്റിയുടെ ഒരു 8500 ബെനിഫിറ്റ് വരുന്നുണ്ട്. അതല്ലെങ്കിൽ എക്സ്റ്റൻഡ് വാറന്റി വേണ്ടാത്ത കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് 4500 ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് ക്രെഡിറ്റ് കാർഡ് EMI കൺവേർട്ട് ചെയ്ത് ഒരു ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, നമുക്ക് 10000 രൂപ വരെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അതും കൊടുക്കാം. അപ്പം ഡെലിവറി കിടക്കണം. ഡെലിവറി എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് 2 വണ്ടി അല്ലേ, ഒരു കുടുംബത്തിലേക്ക്. എന്താ ഇങ്ങനെ ഈ ഒരു വണ്ടി സെലക്ട് ചെയ്യാനുള്ള കാരണം? അല്ല, ഇത് ഒരു ഫാമിലി പാക്കേജ് എന്ന് കേട്ടു. പിന്നെ 3-4 വണ്ടി നോക്കിയപ്പോഴത്തേക്ക് ഈ കുട്ടികളെ കൊണ്ടൊക്കെ പോകാൻ ഒരു സൗകര്യപ്രകാരമായിട്ട് അങ്ങനെ ഈ വണ്ടി സെലക്ട് ചെയ്തത്. ഇഷ്ടപ്പെട്ടു. മറ്റേ അന്വേഷിച്ചപ്പോൾ കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് റേറ്റ് കൊണ്ട് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ? റേറ്റ് ഉണ്ട്. പിന്നെ വണ്ടി ഫാമിലി ആയിട്ട് വർക്ക് നല്ലതാണെന്ന് തോന്നി, അങ്ങനെ എടുത്തു. വേണ്ടി ഷാംബ്രോ ഉണ്ട്. ബ്രോ നമസ്കാരം. ഏതറിന്റെ ഒരു എന്താ സംസാരിക്കുന്ന സ്കൂട്ടർ അല്ലേ, എന്തൊക്കെ ഫീച്ചറിനകത്ത് വരുന്നത്? സംസാരിക്കുന്ന സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കിത് അലക്സ ഇന്റഗ്രേറ്റഡ് ആണ്. ഓക്കെ, ഇത് വണ്ടിയിൽ അലക്സ ഇന്റഗ്രേറ്റഡ് ആണ്. അലക്സ ഇന്റഗ്രേറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഹാലോബിരി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മുടെ ഹെൽമെറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഡിവൈസ് വഴി നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ഡിവൈസ് വഴി തന്നെ വയർലെസ്ലി വണ്ടിയായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് അലക്സ കണക്റ്റഡ് ആണ്. ആ ഒരു ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഹെൽമെറ്റ് വഴി വണ്ടി റൈഡിങ്ങിൽ തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും, സംസാരിച്ചുകൊണ്ടിരിക്കാം. റൈഡ് ഇപ്പോൾ ഒരാളെ കൂട്ടുവിട്ടുണ്ടല്ലേ, ഒരാളെ വിളിക്കണ്ട. അപ്പോൾ ഹെൽമെറ്റ് ഈ വണ്ടി മാത്രം മതി, നിങ്ങളുടെ കൂട്ടുകാരനായിട്ട് ഈ വണ്ടിയെ കണ്ടോ. അപ്പോൾ അത് മാത്രമല്ല കിടിലൻ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് ഫാമിലി വെഹിക്കിൾ അല്ലേ? ഇത് അതെ, ഫാമിലി സ്കൂട്ടറായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം വണ്ടി ഇറങ്ങിയിട്ട് 1 വർഷവും 5 മാസം ആയിട്ടുണ്ട്. ഓക്കെ, ഫീച്ചർ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഡാഷ്ബോർഡ് വരുന്നത് ഒരു TFT ഡിസ്പ്ലേ ആണ്. 7 ഇഞ്ചിന്റെ TFT ഡിസ്പ്ലേ, കളർ ഡിസ്പ്ലേ വിത്ത് ടച്ച് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആന്റി സ്കിഡിങ്, വീല് സ്കിഡ് ആവാതിരിക്കാൻ സ്കിഡ് കൺട്രോൾ എന്ന് പറയുന്നത് ABS പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ, സ്കിഡ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനോടെ നമുക്ക് ബാക്ക് വീലിൽ ആഡായി വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് സേഫ്റ്റി ഫീച്ചർ ഫാൾ സേഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. വണ്ടി ചരിഞ്ഞ് ഒരു 60 ഡിഗ്രി ചരിഞ്ഞ് വീണ് കഴിഞ്ഞാൽ വണ്ടി മോട്ടോർ കട്ട് ഓഫ് ആവുന്ന ഒരു ഓപ്ഷനോടെ വരുന്നത്. അതുപോലെ ഓട്ടോ ടേൺ ഇൻഡിക്കേറ്റർ കട്ട് ഓഫ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഗൂഗിൾ നാവിഗേഷൻ. ഇപ്പം എന്തെങ്കിലും നാവിഗേഷൻ റൈഡിങ് ഒക്കെ പോകുന്ന ടൈമിൽ നാവിഗേഷൻ ഉപകാരപ്പെടും. കാരണം നമുക്ക് മൊബൈൽ എടുത്ത് ഇത് ഹാൻഡ് ഹോൾഡ് ഡിവൈസ് യൂസ് ചെയ്യുന്നതിന് പകരം ഡാഷ്ബോർഡിൽ തന്നെ നമുക്ക് ആ ഒരു നാവിഗേഷനും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നിയ ഏറ്റവും വലിയ ഫീച്ചർ എന്താണെന്ന് അറിയും, ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫാമിലി വെഹിക്കിൾ എന്ന് പറയാൻ പറ്റിയ ഏറ്റവും വലിയ ഫീച്ചറിന്റെ സ്പേസ് അല്ലേ? കിഡിലൻ സ്പേസ് ആണ്. ഇതുണ്ടോ, ഒരു ഹെൽമെറ്റ് അല്ല, 2 ഹെൽമെറ്റ്. ഇപ്പൊ ഇവിടെ ഉണ്ട് സ്പേസ്, അവിടെ ഒരു ചെറിയ പോക്കറ്റ് ഉണ്ട്. ഇതിനെ പറ്റി എന്ന് പറഞ്ഞത് ഇവിടെ എന്തോ സ്പേസ് ഉണ്ട്. ഇതിൽ നമുക്ക് വണ്ടിയിൽ അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത് 34 ലിറ്റർ കപ്പാസിറ്റി വരുന്നത്. അത് കൂടാതെ തന്നെ ഫ്രണ്ടിൽ ഒരു അഡീഷണൽ ഒരു ബാഗ് നമുക്ക് അഡീഷണൽ ആക്സസറി ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതുകൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഒരു 22 ലിറ്ററോടെ സ്റ്റോറേജ് സ്പേസ് അതിനകത്ത് കൂട്ടാൻ പറ്റും. കിട്ടും, ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റും അല്ലേ? അതെ, ഒരു മൊബൈൽ പോക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ എന്തെങ്കിലും ക്യാരി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരുപാട് എസെൻഷ്യൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വലിയൊരു പോക്കറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യാൻ പറ്റും. ഇത് വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ, PU മെറ്റീരിയൽ, പോളിയൂറിത്തീൻ മെറ്റീരിയൽ ആണ് വരുന്നത്. ഇതിനകത്ത് വെള്ളം ആണെങ്കിലും ഇത് നമുക്ക് റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് വരുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും ബാക്കിയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 7 വർഷമല്ലേ ബാറ്ററി? 8 വർഷം 80,000 കിലോമീറ്റർ വരെ വാറണ്ടിയും വരുന്നുണ്ട്. 8 വർഷം ഇതിന്റെ ബാറ്ററി വാറണ്ടി വരുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള വണ്ടി അല്ലേ? അതെങ്ങനെ ആ ഒരു ബിൽഡ് വെയിറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 119 കിലോ ടോട്ടൽ വെയിറ്റ് പറയുന്നുണ്ട്. എന്നാൽ നമുക്കിപ്പോൾ ലേഡീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ അത്ര ഒരു വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. കാരണം ഇതിന്റെ മോട്ടർ എന്ന് പറയുന്നത് PMSM മോട്ടറാണ് വരുന്നത്. അത് സെൻട്രലൈസ്ഡ് വെച്ചേക്കുന്നതുകൊണ്ട് ഒരു വെയിറ്റ് ഇല്ല, നല്ല സ്റ്റെബിലിറ്റി ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫ്ലാറ്റ് ഫുഡ് തന്നെ കിട്ടുന്നുണ്ട് ലേഡീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈം. ഇതിന് എത്ര മോഡൽ ഉണ്ട് മൊത്തം? ഇതിൽ തന്നെ 3 വേരിയന്റ് നമുക്ക് വരുന്നത്. അതൊരു ബേസ് മോഡൽ വരുന്നുണ്ട്, സൈസ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സെയിം ബാറ്ററി പാക്കിൽ, ഫസ്റ്റിന്റെ സെയിം ബാറ്ററി പാക്കിൽ സെക്കൻഡ് മോഡൽ വരുന്നുണ്ട്. പക്ഷെ ഫീച്ചേഴ്സ് കൂടുതലായിരിക്കും സെക്കൻഡ് മോഡലിലേക്ക് വരുമ്പോൾ. അതുപോലെ തന്നെ ടോപ്പ് മോഡലിനകത്ത് വരുമ്പോൾ ബാറ്ററി പാക്ക് ചേഞ്ച് ചെയ്തിട്ടാണ് വരുന്നത്. 3.7 ബാറ്ററി വെച്ചിട്ടാണ് വരുന്നത്.
ഞാൻ നിൽക്കുന്ന സത്യം പറഞ്ഞാൽ കരുനാഗപ്പള്ളിയിൽ ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ കരുനാഗപ്പള്ളി ഒവാക്കാവില്ല അല്ലേ? അപ്പോൾ ഏതറിന്റെ ഈ ഷോറൂമിൽ ഏറ്റവും വലിയ പ്രത്യേക സർവീസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. സർവീസ് എല്ലാം നമ്മൾ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യും. ചാർജിങ് സ്റ്റേഷൻസ് ഇവിടെ വരുന്നത് അടുത്ത ചാർജിങ് സ്റ്റേഷൻസ് നമുക്ക് എല്ലാ ഏതറിന്റെ ഷോറൂമുകളിലും വരുന്നുണ്ട്. ഏതർ ഗ്രിഡ് വരുന്നുണ്ട്. അതിപ്പം ഏതർ 7ലേക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പം ചാർജിങ് സ്റ്റേഷൻസ് ഇപ്പോൾ റീപ്ലേസ് ആയിട്ട് അപ്ഡേഷൻ വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ 0 to 100 എന്ന് പറയുന്നത് ഇപ്പം നിലവിലാണെങ്കിൽ 0 to 80 വരെ ചാർജിങ്ങിന് പറയുന്നത്. അപ്പം ചാർജിങ് സ്റ്റേഷൻസ് അപ്ഗ്രേഡ് ആയി കഴിഞ്ഞാൽ 0 to 100ലേക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ഏതറിന്റെ തന്നെ ഒരുപാട് കിടിലൻ മോഡൽസ് ഉണ്ട്. ഇപ്പം ഇത് നിരത്ത് ഒരുപാട് കാണുന്ന അല്ലേ? നിരത്തിൽ ഒരുപാട് കാണുന്ന മോഡൽ 450 എന്ന് പറയുന്ന മോഡലാണ്. ഇതിനെ പറ്റി ഒന്ന് പറയാമോ? ഇത് വരുമ്പോൾ നമുക്ക് സ്പോർട്സ് യൂട്ടിലിറ്റിയാണ്. ഇപ്പോൾ ഒരു യൂത്ത് ആയിട്ടുള്ള ഇപ്പം കോളേജ് പിള്ളേരൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു മോഡലായിരിക്കും. കുറച്ചുകൂടെ പവർ കൂടുതലായിരിക്കും. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് ട്രാക്ഷൻ കൺട്രോൾ മോഡ്സ് വരുന്നുണ്ട്. സ്പോർട്ടിയാണ് ഭയങ്കര സ്പോർട്ടിയായിരിക്കും കുറച്ചുകൂടെ. സർവീസ് ഉണ്ട് ഷോറൂമിനോട് ചേർന്ന് തന്നെ സർവീസ് സെന്റർ. ഈ ബെൽറ്റ് ഡ്രൈവ് അല്ലേ വരുന്നത്? ബെൽറ്റ് ഡ്രൈവ് നമുക്ക് വരുന്നത്. അതിന്റെ ഒരു പ്രത്യേകത ബെൽറ്റ് ഡ്രൈവിന്റെ ബെൽറ്റ് ഡ്രൈവ് ആകുമ്പോൾ നമുക്ക് മാക്സിമം മെയിൻ്റനൻസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ലൈഫ് കൂടുതലായിരിക്കും. ഓക്കെ, മെയിൻ്റനൻസ് കുറവായിരിക്കും മെയിനായിട്ട്. പിന്നെ ഇൻ കേസ് ഒന്ന് ഡാമേജോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയൊരു എക്സ്പെൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല റീപ്ലേസ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഈ വണ്ടി പുതിയ വണ്ടി എടുത്തുകൊണ്ട് പോയി റോഡിൽ കിടന്നാൽ നമ്മൾ തന്നെ അവിടെ വന്നിട്ട് ആ വണ്ടി എടുത്ത് ഇവിടെ വന്നിട്ട് ചെയ്തു തരും. അത് നമുക്ക് RSM വരുന്നുണ്ട്. റോഡ എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസിക്ക് നമ്മളിത് കൊടുത്തിട്ടുണ്ട്. അതും ഇതിനകത്ത് വരുന്ന അതെ, RCL വരുന്ന എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വന്ന് തന്നെ വണ്ടി പിക്ക് ചെയ്ത് നേരെ ഷോറൂമിൽ എത്തിക്കും. ഏതാണ്ട് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിലുള്ള ഒരു വണ്ടിയാണ്, യൂത്തൊക്കെ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു വണ്ടിയല്ലേ? ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു ഫീച്ചേഴ്സിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. ഗൂഗിൾ നാവിഗേഷൻസ് വരുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ മോഡ്സ് വരുന്നുണ്ട്. അതായത് ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വണ്ടികളിലായിരിക്കും ട്രാക്ഷൻ മോഡ്സ് വരുന്നത്. പക്ഷെ നമുക്ക് ഇതിനകത്ത് ട്രാക്ഷൻ മോഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 മോഡിലായിട്ടായിരിക്കും. റോഡ്, റെയിൻ, റാലി. പിന്നെ നമുക്കത് ഓഫ് ചെയ്തിട്ട് ഓടിക്കാനുള്ള ഒരു ഫംഗ്ഷൻ കൂടെ വരുന്നുണ്ട്. പിന്നെ ഗൂഗിൾ 10 നാവിഗേഷൻസ് വരുന്നുണ്ട്. ഏതൊരു കണക്ടിവിറ്റി ആപ്പ് വരുന്നുണ്ട്. അതുവഴി നമുക്ക് വണ്ടിയുടെ ട്രാക്കിംഗ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും തെഫ്റ്റ് കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു പക്ക ന്യൂ ജനറേഷൻ വണ്ടിയാണ് ഈ കാണുന്നത്. ഇതിനകത്ത് തന്നെ സ്റ്റോറേജ് സ്പേസും അടിപൊളി അല്ലേ? ഇവിടെ ഉണ്ട്, ബാക്കിലുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് 22 ലിറ്റർ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബൂട്ട് ലാമ്പ് വരുന്നുണ്ട് നൈറ്റിലൊക്കെ യൂസ് ചെയ്യാനായിട്ട്. ഇതൊരു ഫുൾ ഫേസ് ഹെൽമെറ്റ് നമുക്ക് ചാർജറും ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് നമുക്ക് ക്യാരി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. സാധാരണ ഈ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നവർക്ക് ഒരുപാട് ആശങ്കയാണ് ഇതിന്റെ സർവീസ്, അതുപോലെ തന്നെ അതിന്റെ സ്പെയർ പാർട്സ്, ഒരുപാട് ആശങ്കകളും സംശയങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ? അപ്പം ഏതാറിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല, സ്പെയർ പാർട്സ് എല്ലാം അവൈലബിൾ ആണ്. എല്ലാം നമുക്ക് അവൈലബിൾ ആണ്, എപ്പോഴും അവൈലബിൾ ആണ്. വലിയൊരു സർവീസിന് വലിയൊരു ടൈമോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. പെട്രോൾ വണ്ടികൾക്ക് 1-2 ദിവസങ്ങൾ എടുക്കുന്ന ടൈമിൽ നമുക്ക് രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തെ ഒരു 3 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്ത് കിട്ടും. കാരണം അതിനകത്ത് നമുക്ക് ചേഞ്ച് ചെയ്ത് മാറാനുള്ള പാർട്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു പെട്രോൾ വണ്ടിയിലാണെങ്കിൽ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ അങ്ങനെയുള്ള പാർട്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും ഓരോ സർവീസിനും പീരിയോഡിക്കലി. 3 മണിക്കൂർ മതി. അതെ, ആ ഒരു ടൈം കൊണ്ട് തന്നെ സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്ത് അത് ജസ്റ്റ് ബ്രേക്ക് പാഡ് ക്ലീനിങ്, ബെൽറ്റ് ക്ലീനിങ്, ബാക്കി ഡയഗ്നോസ്റ്റിക് എന്തെങ്കിലും ചെക്കപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ചെക്കിങ്, ആ ഒരു സർവീസ് ആയിരിക്കും ഇലക്ട്രിക് വണ്ടികൾക്ക് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഈ ചാർജിങ്ങിന്റെ കാര്യം, ചാർജിങ്ങിന്റെ എല്ലാം 30 കിലോമീറ്റർ അല്ലേ? എല്ലാ 5000 കിലോമീറ്റർ ചാർജിങ് പോയിന്റുകൾ വരും. ചാർജിങ് പോയിന്റുകൾ ഒരു 30-40 കിലോമീറ്ററിനകത്ത് എല്ലായിടത്തും വരും. എല്ലായിടത്തും ചാർജിങ്. ഒരു വട്ടം വന്നിട്ട് ഏതെങ്കിലും ഒരു മോഡൽ, ഇപ്പം ഏതെങ്കിലും ഒരു മോഡലിൽ വന്നിട്ട് ജസ്റ്റ് താണ്ട ഇങ്ങനെ ഇരുന്ന് നോക്കണം. അപ്പം ഇരുന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിന്റെ പക്ക ബിൽഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ റൈഡിങ് കംഫർട്ട്, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ജസ്റ്റ് ഒന്ന് വന്ന് ഏതെങ്കിലും ഒരു ഷോറൂം വിസിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കാം. ആരുടെ അടുത്ത് ചോദിച്ചിട്ടാലും ഏതെങ്കിലും ഒരു വണ്ടിയിൽ കയറിയിട്ട് നിങ്ങൾ ജസ്റ്റ് കണ്ടില്ലേ ഒന്ന് ഓടിച്ചു നോക്കും.